കാസർഗോഡ് നിന്നും വരുന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് കൈരളി വാർത്താ സംഘത്തിന് നേരെ ആക്രമണം. ചെർക്കളയിൽ കള്ളവോട്ട് നടന്നതായി വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി റിപ്പോർട്ടർ സിജു കണ്ണനെ UDF പ്രവർത്തകർ മർദ്ദിച്ചു. പോലീസിന് നേരെയും കയ്യേറ്റമുണ്ടായി. സിജു കണ്ണൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സിജു, എന്താണ് ഉണ്ടായത്? കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. അസിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. UDFന്റെ ശക്തി കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു സ്കൂളാണിത്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതായി LDFന്റെ പരാതി ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലത്തെത്തിയത്. തുടർന്ന് LDF പരാതി നൽകിയ കാര്യവും അക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കലക്ടർ K ഇമ്പശേഖർ പറഞ്ഞ കാര്യവുമെല്ലാം തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ പോളിംഗ് ബൂത്ത് നമ്പർ 113 ഉള്ള LDF ഏജന്റിനെ ലീഗ് പ്രവർത്തകർ അകത്ത് കയറി കയ്യേറ്റം ചെയ്ത് ഈ ബൂത്തിനകത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനിടെയാണ് പോലീസുകാർക്കിടയിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ മർദ്ദനം ഉണ്ടായത്. എൻ്റെ കൂടെ ഇപ്പോൾ ക്യാമറമാൻ ഷൈജു പിലാത്രയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഷൈജു പിലാത്രയുടെ ഷർട്ടെല്ലാം വലിച്ചു കീറി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് നേരെ മർദ്ദനമുണ്ടായത്. നിരവധി ലീഗ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടായത്. ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പരാതി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ കല്യാശ്ശേരി മുതൽ ഈ മഞ്ചേശ്വരം വരെയുള്ള എല്ലാ മേഖലകളിലും എത്തി പോളിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ എന്തിനാണ് പകർത്തുന്നത് എന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ആദ്യം ക്യാമറമാനെ മർദ്ദിക്കുമ്പോഴാണ് ഞാൻ അതിനിടയിലേക്ക് എത്തിയത് തടയാൻ ശ്രമിച്ചത്. LDFന്റെ ബൂത്ത് ഏജന്റിനെ കൃത്യം 3:34 മണിയോടുകൂടി അവിടെ നിന്ന് പുറത്താക്കാനായിരുന്നു നീക്കം. അത് ഇതിനകത്തേക്ക് ലീഗ് പ്രവർത്തകർ ഇരച്ചു കയറിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്തായിരുന്നു ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്താനെത്തിയത്. പോലീസ് ആ സമയത്ത് സമയോചിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയ മർദ്ദനം ഞങ്ങൾക്ക് നേരെ ഇല്ലാതിരുന്നത്. പോലീസ് ആ സമയത്ത് ഇടപെട്ട് അക്രമികളായ ലീഗ് പ്രവർത്തകരെ ഇവിടെ നിന്ന് ഈ പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് നിന്ന് പുറത്താക്കുകയായിരുന്നു. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്താതിരിക്കുകയും LDF ബൂത്ത് ഏജന്റിനെ പുറത്താക്കി കള്ളവോട്ട് കൂടുതലായി ചെയ്യുകയുമായിരിക്കാം ലീഗ് പ്രവർത്തകരുടെ ലക്ഷ്യം. അതിനുശേഷം ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ID കാർഡ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അപേക്ഷ നൽകി ID കാർഡുള്ള മാധ്യമപ്രവർത്തകരാണ് ഞങ്ങൾ. ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏത് ബൂത്തിൽ പോയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുണ്ട്, അതിന്റെ പാസ് ഉണ്ട്. ഈ പാസ് അടക്കം നശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ, ഇവരുടെ ആക്രമണ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നായിരുന്നു ഇവരുടെ ഉദ്ദേശം. അതിനുശേഷം ഞങ്ങളോട് ഇവർ ആവശ്യപ്പെടുന്നത് ഈ പോളിംഗ് സ്റ്റേഷന്റെ പുറത്തേക്ക് പോകാനാണ്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പോലീസിനോട് സഹായം ആവശ്യപ്പെട്ടു. പോലീസ് കൃത്യമായി സഹായം ആ സമയത്ത് ചെയ്തു. കാരണം ഞങ്ങൾ ഇന്ന് ഈ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ്സുള്ള മാധ്യമപ്രവർത്തകരാണ്. അതിൻ്റെ അനുമതിയോടുകൂടി കൃത്യമായി അതെല്ലാം പാലിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യമല്ല. ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല. റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഈ പോലീസിന്റെ ഒരു സുരക്ഷ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി കൂടുതൽ പോലീസ് സേനയെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പോലീസും ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുന്നുണ്ട്. കളക്ടർ K ഇമ്പശേഖറും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസിത, ഏതായാലും കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് LDF ഒരു പരാതി നൽകി. അതാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആ പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണാധികാരിയായ കളക്ടർ കൂടി ഒരു ഉറപ്പും നൽകി. ഈ ഉറപ്പ് നൽകി ആ കാര്യം ഞങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ LDFന്റെ ബൂത്ത് ഏജന്റിന്റെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസും ബൂത്ത് ഏജന്റുമായി ബന്ധപ്പെട്ടുള്ള പാസും എല്ലാമുള്ള ബൂത്ത് ഏജന്റിനെയാണ് ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് ഈ ലീഗ് പ്രവർത്തകർ അതിനകത്തേക്ക് ഇരച്ചു കയറി പുറത്താക്കാൻ ശ്രമിക്കുന്നത്. ഈ കള്ളവോട്ട് നടക്കുന്നതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളായിരുന്നു അത്. ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ദൃശ്യങ്ങൾ പകർത്താതിരിക്കുന്നതിനും ഈ വാർത്ത പുറം ലോകം അറിയാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമം ലീഗുകാർ നടത്തിയത്. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നുൾപ്പെടെയാണ് ലീഗുകാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ ആ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ നൽകുകയായിരുന്നു. മറ്റ് മാധ്യമപ്രവർത്തകരും ഇതിനെല്ലാം സാക്ഷിയാണ്. ഞങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് സാക്ഷികളാണ്. ഏതായാലും ഇപ്പോഴും ഞങ്ങൾ ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയുണ്ട്. പോലീസിന്റെ ഒരു സുരക്ഷ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ആവശ്യമായ രീതിയിൽ ആ സമയത്ത് ഇടപെട്ടതുകൊണ്ട് കൂടുതൽ ആക്രമണം ഉണ്ടാകാതിരിക്കുന്നു. കൂടുതൽ പോലീസ് സേന ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അസിത.